ഹലോ ഗൈസ്, ഞാൻ ഉള്ളത് മംഗള ലക്ഷദ്വീപ് ട്രെയിനിലാട്ടാ. ഞാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോട് പോകാൻ വേണ്ടി കയറിയതാടോ. എന്റെ മോന്ത കണ്ടാറേ ഞാൻ ടിക്കറ്റ് എടുത്തില്ലെന്ന്. പക്ഷെ ഞാൻ ഇന്ന് ടിക്കറ്റ് എടുത്തണോ ഇല്ലെന്നൊന്നും പറയൂലട്ടാ. കാരണം എന്താ വെച്ചാൽ എന്റെ വീട് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കാണലുണ്ട്. ടിക്കറ്റ് എടുത്തില്ല എന്ന് എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പെരേക്ക് ഫൈൻ വരുന്ന എന്നോട് ഒരു നല്ല TTR പറഞ്ഞാണ്. അതിന്റെ ശേഷം ഞാൻ അങ്ങനത്തെ ഒന്നും പറയില്ല. ആ ടാറ്റ എന്ന ബംഗാളി ഒരു പൊട്ടനായോണ്ടേ ഓന്റെ TTR നോക്കി ടിക്കറ്റ് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ച്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ ഞാൻ ഓനോട് പറഞ്ഞു, ഇനി അതിന് TTRമാർ ടിക്കറ്റും ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നാഷ് എന്ന് പറഞ്ഞാൽ മതി, ഓല് പിന്നെ പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് ഓനെ വിശ്വസിച്ചും ചെയ്തു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഓക്കേനാച്ചിന് ഓർമ്മ വന്നു കേട്ടാ. മരിച്ചുപോയ വെല്ലിപ്പന്റെ തുണി, പുതപ്പ്, വിരിപ്പ് എന്തൊക്കെയായിട്ട് ഞാൻ കെട്ടിനി പഠിച്ചോനെ. പക്ഷെ ഇങ്ങനെയൊന്നും ആരും പോയാണ് തൊട്ടിലിട്ടെടുത്തിട്ടാ. ലീലാമണികളെ അടുത്തുനിന്നൊക്കെ നല്ല മണത്തെ കൊട്ടും കിട്ടും. ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിക്കലാടാ. നേരെ ഒക്കെ മേലക്കൂടെ കെട്ടണം. നമ്മളൊക്കെ വെല്ലിമ്മന്റെ ഒക്കെ പ്രായമുള്ള ഒരു തള്ളോക്കിയാണ് അവിടെ രണ്ട് സീരിയലാണ്. സീരിയലോ ബിഗ് ബോസ് എന്തോ ഒരു സാധനമാണോ. മേലക്കൊക്കെ കുത്തിവെച്ചാണ്ടൊക്കെ സാധനം കാണും. എച്ചാതി സെറ്റപ്പ് അല്ലേ. അങ്ങനെ പെരയിലെത്തിന്റെ ഉറങ്ങാൻ വേണ്ടിട്ട് കണ്ണിങ്ങനെ മാളി നിൽക്കുന്നു. അപ്പോഴാണ് എന്റെ ചെങ്ങായി വിളിച്ചത്, നമുക്ക് പടത്തിന് പോയാലോ. ചെങ്ങായിമാര് വിളിച്ചാൽ പിന്നെ നമ്മൾ നോ പറയില്ല. അതുകൊണ്ട് തന്നെ ഞമ്മ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിയേറ്ററിലെത്തിട്ടാ. പടത്തിന്റെ പേര് ഇന്നസെന്റ് എന്നാണ്. ഏതാ പടം എന്നൊന്നും അറിയില്ല, കണ്ടോക്കട്ടെ രസം ഉണ്ടായ. അങ്ങനെ പടം തുടങ്ങിട്ടാ. സംഭവം നല്ല നാക്കുണ്ട് കേട്ടാ കണ്ടിരിക്കാന്. ഞാനൊക്കെ അത്ര ചിരിച്ചിന്നറിയാം. നമ്മളെ ഉണ്ണിക്കണ്ണനൊക്കെ ഉണ്ടാ ഇതില്. അതിലും പറയുന്നുണ്ട് വിജയിന്റെ എന്തൊക്കെ 2-3 ഡയലോഗൊക്കെ. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ശ്രീരാജ KD ഇതിൽ കുറെ പുതിയ ആൾക്കാർക്ക് നല്ല ചാൻസ് കൊടുത്തിട്ടാ. നമ്മളാ മറ്റേ ആഫ്രിക്കയിലുള്ള ഡാൻസറിലെ കിളിപ്പൗള് ഓനൊക്കെ ഉണ്ട് ഇതില്. പിന്നെ ഇതിൽ അനാർക്കലുണ്ട്. ഓളെ ചെറിയല്ല ഇഷ്ടാട്ടാ പൊതുവേ. പക്ഷെ ഈ പടത്തിൽ ഒന്നും കൂടി ലുക്ക് ആയിട്ടാ. പിന്നെ അൽത്താഫ്, ജോമോൻ, അസീസ്ക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പടം തുടങ്ങുമ്പോൾ തന്നെ നെറ്റിങ്ങൾ എല്ലാരും കൂടി സാരിയൊക്കെ എടുത്താണ്ട് ലീലാമണികളെ ലുക്കിലായിട്ട് വരുന്നത്. ആ അൽത്താഫിന്റെ ചോട്ടൊക്കെ കാണുമ്പോൾ തന്നെ ചെറിയ. പിന്നെ നമ്മളെ വാർത്തൊക്കെ വായിക്കുന്ന ഹാഷിമുണ്ട്. പിന്നെ ഇതിലൊരു ബംഗാളിന്റെ കിടിലൻ റോൾ ഉണ്ട്. അത് മിസ്സാക്കരുതിട്ടാ. ചിരിച്ച് ചാവും. സത്യം പറയുകയാണെങ്കിൽ പടം പക്ക എന്റർടൈനിങ് സാധനം ഇട്ടാ. ഞാൻ കുറെ ചിരിച്ചടാ. അങ്ങനെ പെരയിലെത്തിന്റെ ശേഷം ചീച്ചി പാത്തിയാണ്ട് ഒരൊറ്റ ഇറക്കം.